ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കേരളത്തിൽ കേന്ദ്ര ബജറ്റ് 2023 അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബജറ്റിൽ കേരളം ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിരാശയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, അറിയാം, കേരളം ആഗ്രഹിച്ച പല കാര്യങ്ങളും, എയിംസ് അടക്കം റെയിൽവേയുടെ വികസനം അടക്കം പല കാര്യങ്ങളും കേരളം പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ നിരാശയാണ് ഫലം. എന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്? പ്രധാനമായും കേന്ദ്രത്തിന് മുന്നിലേക്ക് വലിയൊരു നിര തന്നെയാണ് വലിയൊരു നിര ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇതിനൊന്നും തന്നെ കാര്യമായ പരിഗണന അല്ലെങ്കിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്നാണ് ധനമന്ത്രി ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രധാനമായും എയിംസ്, അതുപോലെ തന്നെ റെയിൽവേയുടെ വികസനം, ഇവയ്ക്ക് വേണ്ടി വലിയൊരു തുക തന്നെ മുന്നോട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് കാര്യമായ പരിഗണന കിട്ടിയിട്ടില്ല. അതേസമയം സഹകരണ മേഖലയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിന്റെ സാധ്യത കാണുന്നുവെന്നാണ് ധനമന്ത്രി പറയുന്നത്. പഞ്ചായത്ത് തലത്തിൽ വരെയുള്ള സഹകരണ മേഖലകളിലേക്ക് ഒരു പക്ഷേ കേന്ദ്രത്തിൽ ഇടപെടാനുള്ള ഒരു നീക്കമുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ പ്രധാനമായി ഉന്നയിച്ചിരുന്ന റെയിൽവേയുടെ വികസനമായിരുന്നു. അതിന് കാര്യമായ പരിഗണന ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ എയിംസ് ആയിരുന്നു മറ്റൊരു ആവശ്യം. എയിംസും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ സംസ്ഥാനത്തിന് വലിയ ഒരു അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അതുപോലെ പൊതുക്കടം 6.4% ഇപ്പോൾ ഉള്ളത്. അത് കുറയ്ക്കുന്നതിനുള്ള കാര്യമായി ഇതില്ല. കേന്ദ്രത്തിന്റെ പൊതുകടം 6.4%. എന്നാൽ അത് അടുത്ത വർഷം 5.9% കുറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് എന്ത് പദ്ധതികളായിരിക്കും സ്വീകരിക്കുക എന്നുള്ള ഒന്നും വ്യക്തമാക്കുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം കിട്ടുന്നതിന് വേണ്ടി ഉള്ള അല്ലെങ്കിൽ കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിൽ ലഭ്യമാകണമെങ്കിൽ ഇപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ ഫലപ്രാപ്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ കേന്ദ്ര ഫണ്ട് ഇനി അനുവദിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണോ കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഫലം അനുസരിച്ചായിരിക്കും ഇനി ഫണ്ട് നൽകുക എന്ന് പറയുന്നുണ്ട്. ഇതിലും ഒരു ഭീഷണി കാണുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. വ്യക്തമാണ് ബിനോയ്. കേരളത്തെ തീർച്ചയായും തഴഞ്ഞ ഒരു സമീപനമാണ് ഈ 2023 ബജറ്റ് അവതരണത്തിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എയിംസ് അടക്കം റെയിൽവേ വികസനം തുടങ്ങിയ നിരവധി കാര്യങ്ങളായിരുന്നു കേരളം കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചിരുന്നത്. എന്നാൽ ഇതിലെല്ലാം തന്നെ നിരാശയാണ് ഫലം.